ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാനൊരു ഹാപ്പി ന്യൂസിൽ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ മാറി അല്ലേ. സിലബസ് ഒന്ന് തെറ്റിദ്ധരിക്കാതെ ഞാൻ വീണ്ടും പറയുകയാണ്. പല കുട്ടികളും ചോദിക്കുകയാണ്, സാറേ സിലബസ് മാറിയോ? സിലബസ് അല്ല, എക്സാം പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും ഒക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രോപ്പറായിട്ട് തന്നെ പഠിച്ചു പോകണം, ചിട്ടയോടെ പഠിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. കാരണം ഓരോ ഏരിയയിൽ നിന്നും ചില റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കവർ ചെയ്യേണ്ടി വരും. കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, അവിടെ ആക്ടിലും റൂളിലും എല്ലാം എന്താണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് പോകണം. കുറേ അധികം ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ട് പോകണം. നല്ല രീതിയിൽ നമ്മൾ റിവിഷൻ ചെയ്യണം അല്ലേ. ഒരു എന്താ പറയുക, നമ്മുടെ മുൻപിൽ വളരെ വലിയൊരു കടമ്പയാണ് ഇനിയുള്ളത് അല്ലേ. പരീക്ഷ നമുക്കറിയാം 100 മാർക്കിലാക്കിയിട്ടുള്ള ഫസ്റ്റ് എക്സാമാണ് ഈ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടീം എൻട്രി നിങ്ങൾക്ക് ഇവിടെ എന്താണ് സ്കോളർഷിപ്പോടെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം നൽകുകയാണ്. ഓക്കെ, മറ്റൊന്നുമല്ല, നമ്മുടെ മെയ് 23 ഒരു എക്സാം ഉണ്ട്, ഒരു സ്കോളർഷിപ്പിന് വേണ്ടി ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാം എഴുതി പാസ്സാവുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ സ്കോളർഷിപ്പോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, മെയ് 23 നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടീം എൻട്രി കണ്ടക്ട് ചെയ്യുന്ന എക്സാം മെയ് 23. അപ്പോൾ എന്താണ്, അതിൽ നല്ല മാർക്കോടെ വിജയിക്കുന്നവർക്ക് എന്താണ് സ്കോളർഷിപ്പോടെ മുൻപോട്ട് പഠിക്കാനുള്ള ഒരവസരവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. മെൻറ്റർഷിപ്പോടെയും സ്കോളർഷിപ്പോടെയും എല്ലാം നമുക്ക് മുൻപോട്ട് പഠിക്കാം. മാറിയ എക്സാം പാറ്റേണിന് അനുസൃതമായിട്ടുള്ള പഠനം നമുക്ക് എന്ത് ചെയ്യാം, ആ കാഴ്ചവെക്കാം. ആ രീതിയിൽ നമ്മളിവിടെ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, മെയ് 23 നമ്മുടെ എക്സാം. അപ്പോൾ എല്ലാവരും എന്താണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് രജിസ്റ്റർ ചെയ്യുക, എക്സാം നല്ല രീതിയിൽ എഴുതുക, എന്ത് ചെയ്യുക, വിജയിക്കുക. നമുക്ക് സ്കോളർഷിപ്പോടെ നമുക്കിവിടെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ചെറിയൊരു വീഡിയോ കൊണ്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും താഴെയുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക, എക്സാം എഴുതുക, നല്ല മാർക്കോടെ പാസ്സാകുക, എന്താണ് ആ സ്കോളർഷിപ്പോടെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.